Hello students, ഈ വീഡിയോയിൽ നമുക്ക് അൽഗോരിതം ഫ്ലോ ചാർട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് അൽഗോരിതം ആൻഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, എന്താണ് ഫ്ലോ ചാർട്ട് ആൻഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, ദെൻ ഫ്ലോ ചാർട്ടിൻ്റെ ഷേപ്സ്, ഡിഫറെൻറ്റ് ഷേപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി അൽഗോരിതംസ് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം, ഏതൊക്കെ ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ചോദിക്കാം, ആൻഡ് ബോത്ത് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് എന്നുള്ളത് നോക്കാം. So first, algorithm എന്ന് പറഞ്ഞാൽ എന്താണ്? It's a finite sequence of steps to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, അങ്ങനെ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ സോൾവിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒരു ഗുഡ് അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ് ആയിരിക്കണം. ദെൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞ് ഷുഡ് ബി അൺആംബിഗ്വസ് ആയിരിക്കണം, മീൻസ് കൺഫ്യൂഷൻ ഒന്നും അതിൽ അറൈസ് ചെയ്യാൻ പാടില്ല. ദെൻ അൽഗോരിതം ഷുഡ് ബി പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ലെങ്തിയോ കുറച്ച് കോംപ്ലിക്കേറ്റഡോ കുറേ കോംപ്ലിക്കേറ്റഡോ ആവാനായിട്ട് പാടില്ല, പ്രിസൈസ് ആയിരിക്കണം. പിന്നെ അൽഗോരിതത്തിന് മിനിമം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്, ഒന്നുകിൽ 0 ഇൻപുട്ട് അല്ലെങ്കിൽ മോർ ഇൻപുട്ട്, അറ്റ്ലീസ്റ്റ് 1 ഔട്ട്പുട്ട് ഓർ മോർ ഔട്ട്പുട്ട്. ചിലപ്പം ചില അൽഗോരിതത്തിൽ ഇൻപുട്ട് കാണത്തില്ല, സോ 0 ഓർ മോർ ഇൻപുട്ട്. ഔട്ട്പുട്ട് ആണെങ്കിൽ എന്തായാലും ഒരു ഔട്ട്പുട്ടെങ്കിലും കാണും, 1 ഓർ മോർ ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് എൻ ഫ്ലോ ചാർട്ട്? ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ അൽഗോരിതം. അൽഗോരിതത്തിന് നമ്മൾ പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയും? അതിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നോർമലി ഫ്ലോ ചാർട്ട്സ് നമ്മൾ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. പ്രോസസ്സസ് റെപ്രസെൻറ്റഡ് ഇൻ ബോക്സസ്, ഫ്ലോ ഓഫ് കൺട്രോൾ ഇസ് റെപ്രസെൻറ്റഡ് ബൈ ആരോസ്. പ്രോസസ്സ് എല്ലാം ബോക്സസിലും അതിൻ്റെ ഒരു ബോക്സിൽ നിന്ന് വേറെ ബോക്സിലോട്ട് പോകുന്ന ഫ്ലോ ഓഫ് കൺട്രോൾ ഇസ് റെപ്രസെൻറ്റഡ് ബൈ ആരോസ്. അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആണ് സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും. Then read or write input output statement യൂസ് ചെയ്യുന്ന പാരലലോഗ്രാം ആണ്. Then processing steps, ഇപ്പോൾ sum is equal to a plus b, അങ്ങനെ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ അതെല്ലാം വരുന്നത് റെക്റ്റാങ്കിൾ ബോക്സ് ആണ്. ദെൻ കണ്ടീഷൻ ചെക്ക് വരുമ്പോൾ, ദാറ്റ് ഈസ് ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെ കണ്ടീഷൻ അത് വരുമ്പോഴാണ് ഡിസിഷൻ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആരോസ്. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് അൽഗോരിതത്തിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ ടൈപ്സ് ഓഫ് അൽഗോരിതംസ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്സ് ചോദിക്കാം. സീക്വൻഷ്യൽ, ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ ഓർ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സീക്വൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നേരെ സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങിയിട്ട് വേറെ ആരോസ് ഒന്നും വേറെ ഒന്നിലും പോകത്തില്ല, ഡയറക്റ്റായിട്ട് സീക്വൻഷ്യലി ആണ് ആരോസ് ഓരോ ബോക്സിൽ നിന്ന് നെക്സ്റ്റ് ബോക്സിലോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അൽഗോരിതം ടു ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട്. എല്ലാ അൽഗോരിതത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റാർട്ടാണ്. പിന്നെ സം ഓഫ് 2 നമ്പേഴ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും സ്റ്റാർട്ട് വരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും എന്ത് വരും? ഫസ്റ്റ് സ്റ്റെപ്പ് നോർമലി എല്ലാ കേസിലും സ്റ്റാർട്ട് വരും, നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാ കേസിലും റീഡ് വരും. പിന്നെ ഉള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് ഓരോന്നിനും ഓരോന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. അപ്പം എല്ലാ അൽഗോരിതത്തിലും എന്തുണ്ടാവും? സ്റ്റാർട്ട് ഉണ്ടാവും, റീഡ് ഉണ്ടാവും, ദെൻ പ്രോസസ്സിംഗ് ഉണ്ടാവും, ദെൻ പ്രിന്റ് ഉണ്ടാവും, സ്റ്റോപ്പ് ഉണ്ടാവും എല്ലാ അൽഗോരിതത്തിലും. ഓക്കെ, ഇപ്പോൾ സീക്വൻഷ്യൽ ഇത് സം ഓഫ് 2 നമ്പേഴ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് വരും. ഓക്കെ, ദെൻ ഇവിടെ സം ഓഫ് 2 നമ്പേഴ്സ് ആണ്, അപ്പോൾ ഇവിടെ റീഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സ് ആണ്. സോ റീഡ് 2 നമ്പേഴ്സ് ആസ് എ ആൻഡ് ബി. നെക്സ്റ്റ് എന്താണ്? പ്രോസസ്സിംഗ്. മീൻസ് സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇല്ല, അത് പ്രോസസ്സിംഗ് ആണ്. സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ പ്രോസസ്സ് ചെയ്ത സമ്മിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക, പ്രിന്റ് സം. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്.
മിനിമം ഇത്രയും സ്റ്റെപ്സ് എല്ലാ അൽഗോരിതത്തിലും കാണും. സീക്വൻഷ്യൽ എന്തായാലും കാണും, അല്ലാതെ എല്ലാ അൽഗോരിതത്തിലും എന്തുണ്ടാവും? സ്റ്റാർട്ട് ഉണ്ടാവും, ദെൻ റീഡ് ഉണ്ടാവും, ദെൻ പ്രോസസ്സിംഗ് സ്റ്റെപ്പ്, ദെൻ പ്രിന്റ് ചെയ്യാനുണ്ടാവും, ദെൻ സ്റ്റോപ്പ്. സോ റീഡ് ഫസ്റ്റ്, സ്റ്റാർട്ട്, റീഡ്, then processing step, then print or display step, then stop. So in the flow chart കൂടെ നമുക്ക് നോക്കാം. ഫ്ലോ ചാർട്ട് നമ്മൾ പറഞ്ഞു അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നമുക്കൊന്ന് വരയ്ക്കാം. ഇതിൽ ആദ്യം സ്റ്റാർട്ടിന്റെ നമ്മൾ എങ്ങനെ വരയ്ക്കുന്നത്? യെസ്, റൗണ്ടഡ് റെക്റ്റാങ്കിൾ. സോ റൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. അടുത്ത റീഡ് ടു നമ്പേഴ്സ്. റീഡ് എന്ന് പറയുമ്പോൾ പാരലലോഗ്രാം ആണ്. റീഡ് ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. എ ആൻഡ് ബി ആരോ കൊടുക്കുക. ദെൻ സം ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്, നമ്മൾ റെക്റ്റാങ്കിൾ ബോക്സിൽ കൊടുക്കണം. ദാറ്റ് ഇസ് സം ഇസ് ഈക്വൽ ടു a plus b. Then print sum. Print എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് again in parallelogram. So print sum. The last step stop. Last step stop. So ഇതാണ് ഫ്ലോ ചാർട്ട്. So flow chart to find the sum of two numbers ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇത് സീക്വൻഷ്യലിന്റെ കേസാണ്. ഇനി നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒന്ന് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ, ഒരു ചെക്ക് ഉണ്ടാവും, കണ്ടീഷൻ ചെക്ക് ഉണ്ടാവും. സോ ഇവിടെ അതേപോലെ തന്നെ സ്റ്റാർട്ട്, ദെൻ റീഡ്, whether a number is, ഒരു നമ്പർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു നമ്പറാണ്, ദാറ്റ് നമ്പർ ഇസ് whether it is odd or even, അതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ വൺ നമ്പർ റീഡ് ചെയ്താൽ മതി, ദാറ്റ് ഇസ് എ എന്ന് പറഞ്ഞ നമ്പർ ഞാൻ റീഡ് ചെയ്തു. അപ്പോൾ ഇനി സ്റ്റാർട്ടായി, റീഡിംഗ് ആയി, നെക്സ്റ്റ് ഇസ് പ്രോസസ്സിംഗ് സ്റ്റെപ്പ്. പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ്. ഇഫ് എ മോഡ്, എങ്ങനെയാണ് ഈവൻ നമ്പർ ചെക്ക് ചെയ്യുന്നത്? യെസ്, എ മോഡ് ടു ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എനിക്കറിയാം അത് ഈവൻ ആണെന്ന്. Then go to step, നിങ്ങൾ ജസ്റ്റ് ഡാഷ് കൊടുക്കുക, else go to step. അപ്പോൾ if a greater than, if a mod to equal to 0 ആണെങ്കിൽ then go to step ഇത്, else go to step next സ്റ്റെപ്പ്. നമ്മൾ സ്റ്റെപ്പ് നമ്പർ ലാസ്റ്റ് കൊടുത്താൽ മതി. സോ അടുത്ത സ്റ്റെപ്പിന് നമുക്ക് കൊടുക്കാം, കാരണം എന്താണ്, വേറെ കണ്ടീഷനൊന്നുമില്ല. പ്രിന്റ് a is even. അപ്പം a mod to equal to 0 ആണ്, then go to step 4, അത് print a is even. അല്ലെങ്കിലോ then go to step 5. 5 എന്ന് പറഞ്ഞാൽ print a is odd. Step 6 stop. സോ ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നത്? ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് ഫസ്റ്റ് വൺ സ്റ്റാർട്ട്, നെക്സ്റ്റ് is read number, so parallelogram. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കണ്ടീഷൻ ആണ്. കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഡിസിഷൻ ബോക്സ് വരയ്ക്കുക. അതിൽ ഈസ് എ മോഡ് ടു ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് രണ്ട് ഇത് വരും അല്ലേ, ഡിസിഷൻ ബോക്സിൽ രണ്ട് കാര്യങ്ങൾ വരും. ദാറ്റ് ഇസ് ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെങ്കിൽ എസ് ആണോ നോ ആണോ എന്നുള്ളത്. ഇഫ് എസ് ആണെങ്കിൽ എന്ത് വരും? പ്രിന്റ് എ ഇസ് ഈവൻ. അഗെയിൻ അതെന്ത് വരും? പാരലലോഗ്രാമിൽ വരും. പ്രിന്റ് എ ഇസ് ഈവൻ. നോ ആണെങ്കിലോ പ്രിന്റ് എ ഇസ് ഓഡ്. ഓക്കെ, ദെൻ ഫൈനൽ എന്താണ്? സ്റ്റോപ്പ് വരും. സോ ഇവിടെ അത് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട്, ദെൻ റീഡ്, ദെൻ പ്രോസസ്സിംഗ്, ദെൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്.
ഓക്കെ, അപ്പം ഡിസിഷൻ വരുമ്പോഴത്തേക്കും വേറൊന്നുമില്ല, ഈസ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് നിന്ന് 2 ആരോ പോവും ഫോർ എസ്സും നോയും. 2 ആരോ പോയിരിക്കണം. ഒന്ന് എസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നോ ആണെങ്കിൽ എന്ത് ചെയ്യണം. ഓക്കെ, ഇതാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാത്തിലും എന്തുണ്ടാവും, ഫസ്റ്റ് സ്റ്റാർട്ട് ഉണ്ടാവും, ദെൻ റീഡ് ഉണ്ടാവും, പ്രോസസ്സിംഗ് സ്റ്റെപ്പ് ഉണ്ടാവും, ദെൻ പ്രിന്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി ലാസ്റ്റ് ഇതെന്ന് പറയുന്നത്, ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ. ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ വരുമ്പം അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ഉണ്ട്, പിന്നെ ഇവിടെ എന്താണ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ഇപ്പോൾ 5 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1 + 2 + 3 + 4 + 5. 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് n നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. അപ്പം ഏത് നമ്പർ ആണെന്നുള്ളത് നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കണം. അതാണ് റീഡ് ദ ലിമിറ്റ് n കൊടുത്തിരിക്കുന്നത്. ഇനി സം കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമ്മിൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്തു, അതിൻ്റെ വാല്യൂ 1 എന്ന് കൊടുത്തു. ഇനി എന്താ പറയുന്നത്, ലൂപ്പിംഗ് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ശരിക്കും അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ആ കണ്ടീഷനാണ് ഇത്. ഇഫ് ai ഗ്രേറ്റർ ദാൻ n, അതായത് ഐൻ്റെ വാല്യൂ n ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം സ്റ്റെപ്സ്. ഇപ്പം ഐൻ്റെ വാല്യൂ n-നേക്കാട്ടി വലുതാണെങ്കിലോ, അതിൻ്റെ വാല്യൂ n-നേക്കാട്ടി വലുതാണെങ്കിൽ സ്റ്റെപ്പ് 8 പോയി പ്രിന്റ് ചെയ്യിപ്പിക്കണം. സ്റ്റെപ്പ് 8 പോയി പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഐ ഗ്രേറ്റർ ദാൻ n എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ തെറ്റാണ്, അവിടെ വെച്ച് തീരും. നോർമലി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, വൈൽ i ലെസ് ദാൻ n, ആദ്യം i is equal to 1, while i less than n, sum is equal to sum plus i, then i is equal to i plus 1. നോർമലി ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഐൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കണം. സമ്മിൻ്റെ വാല്യൂ എന്താണ്, തെറ്റാണെങ്കിൽ സമ്മിൻ്റെ വാല്യൂ 0 എന്നേ പ്രിന്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഐൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ സ്റ്റെപ്പ് 8 പോകണം, ദാറ്റ് ഈസ് പ്രിന്റ് സം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഐ ലെസ് ദാൻ n ആണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 8, അല്ലെങ്കിൽ നേരെ എങ്ങോട്ട് വരണം, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. Sum is equal to sum plus i. Next step i is equal to i plus 1. ഇത് കണ്ടീഷൻ അല്ലെങ്കിൽ താഴെയുള്ള സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇത് രണ്ടും മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയോ, തിരിച്ചെന്ത് ചെയ്യണം, വീണ്ടും ഇത് പോയി ചെക്ക് ചെയ്യണ്ടേ. സോ ഗോ ടു സ്റ്റെപ്പ് 4, അവിടെ പോയി വീണ്ടും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ എപ്പോൾ ഗ്രേറ്റർ ദാൻ n ആവുന്നു അപ്പോൾ എന്ത് ചെയ്യും, സമ്മിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. Then stop. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ കൊടുക്കാം, എങ്ങനെ ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ എങ്ങനെ കൊടുക്കാം. ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് ഇവിടെ അത് തന്നെ സ്റ്റാർട്ട് ഉണ്ട്, റീഡ് ഉണ്ട്. ശരിക്കും ഇത്രയും എന്താണ്, പ്രോസസ്സിംഗ് ആണ്, ഇതുവരെ പ്രോസസ്സിംഗ് ആണ്. ദെൻ പ്രിന്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു, then read the limit n, read n, then എന്ത് ചെയ്യണം, assign sum is equal to 1, i is equal to 1. അത് ശരിക്കും ഒരു പ്രോസസ്സിംഗ് ആണ്. സോ sum is equal to 0, i is equal to 1. i is equal to 1. നെക്സ്റ്റ്, അപ്പോൾ ഈ സ്റ്റെപ്പ് വന്നു. പിന്നെ എന്താണ്, ലൂപ്പ് യൂസ് ചെയ്യണം. ലൂപ്പ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈസ് ഐ ഗ്രേറ്റർ ദാൻ n, ഈസ് ഐ ഗ്രേറ്റർ ദാൻ n. ഐ ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ എസ്സും ഉണ്ട് നോയും ഉണ്ട്. എസ് എന്ത് വരും, നോ എന്ത് വരും. യെസ് ആണെങ്കിൽ ഐ ഗ്രേറ്റർ ദാൻ n, ഐ ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ സ്റ്റെപ്പ് 8 പോകണം.
സ്റ്റെപ്പ് 8 പോകണം. ദാറ്റ് ഇസ് പ്രിന്റ് സം. സമ്മിൻ്റെ വാല്യൂ വരും. പ്രിന്റ് എന്ത് വരും? ഇപ്പോൾ സ്റ്റെപ്പ് എസ് ആണെങ്കിൽ പ്രിന്റ് സം. നോ ആണെങ്കിലോ? നോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോ ആണ് ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. സോ അത് ഒരു പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് കൊടുക്കുക. ദാറ്റ് ഈസ് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ, ദെൻ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഈ രണ്ട് സ്റ്റെപ്പും കൊടുക്കുക, പ്രോസസ്സിങ്ങിന് കൊടുക്കുക. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആൻഡ് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഇനി ഈ കണ്ടീഷൻ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും ഈ കണ്ടീഷൻ കൂടെ ചെക്ക് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാം. അതായത് ആദ്യം സം ഇസ് ഈക്വൽ 0, ഐ ഇസ് ഈക്വൽ ടു 1. ദെൻ നമ്മൾ ചെക്ക് ചെയ്യണം ഈസ് ഐ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എൻ ആണോ നോക്കൂ. ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ, ഇപ്പം എസ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പം ഗ്രേറ്റർ ദാൻ എൻ അല്ലെങ്കിൽ എന്ത് വരും? എൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ്സിംഗ് സ്റ്റെപ്പ് വരും. ദാറ്റ് ഈസ്, അതാദ്യം ഞാൻ എഴുതാമേ. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പോൾ ഇത് നോ ആണെങ്കിൽ, ഇത് നോ ആവുന്ന കേസ് നമ്മൾ ആദ്യം കൊടുക്കുക. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ, ദെൻ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഇനി എസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം അല്ലേ? എസ് ആണെങ്കിൽ നമ്മൾ പ്രിന്റ് സം. ഇനി സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. അതിനുശേഷം എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 4. ഇവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകണം? സ്റ്റെപ്പ് 4 പോകണം, അതായത് ഇങ്ങോട്ട് പോകണം. ഓക്കെ, നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഒരു ഓർഡറിൽ പോവാം. ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ഗോ ടു ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പിലോട്ട് പോകണം. അല്ലെങ്കിൽ നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 4 ചെയ്തു. ഇനി എസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സം പ്രിന്റ് ചെയ്യണം. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പ്. അപ്പം ഈ രീതിയിൽ പഠിക്കുക. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വരുമ്പം ഇഫ് ഐ, നമ്മൾ നോർമലി കൊടുക്കുന്ന വൈൽ ഐ ലെസ് ദാൻ എൻ, അല്ലെങ്കിൽ ഐ ലെസ് ഫോർ ഐ ഇസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, അങ്ങനെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുക. ഇഫ് ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ ലൂപ്പിൻ്റെ അകത്തുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് നേരെ അടുത്ത രണ്ട് സ്റ്റെപ്സ് ആയിട്ട് കൊടുക്കുക. സം ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ കേസിലാണ് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. സോ ഗോ ടു സ്റ്റെപ്പ് ഐ ഗ്രേറ്റർ ദാൻ ഉണ്ടല്ലോ, ആ സ്റ്റെപ്പിലോട്ട് പോവാം. ഇവിടെ ആദ്യം അങ്ങനെയാണ്. ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ, നോ ആണെങ്കിൽ എന്ത് ചെയ്യണം? നോ ആണെങ്കിൽ ആണല്ലോ ഈ സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യണം. സം ഇസ് ഈക്വൽ സം പ്ലസ് ഐ ഇസ് ഈക്വൽ ഐ പ്ലസ് 1 ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഗോ ടു സ്റ്റെപ്പ് 4. അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യണം? പ്രിന്റ് സം, ദെൻ സ്റ്റോപ്പ്. സോ ഇങ്ങനെയാണ്. ഇപ്പം ഏത് രീതിയിൽ ചോദിച്ചാലും ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റാർട്ട്, ദെൻ റീഡ്, ദെൻ പ്രോസസ്സിംഗ്, ദെൻ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, ദെൻ സ്റ്റോപ്പ്. കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഇഫ് കണ്ടീഷൻ, നോർമൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസിൽ ഇഫ് ഐ ലെസ് ദാൻ എൻ അങ്ങനെ കൊടുത്താൽ മതി. ബട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആദ്യം എടുക്കണം. ഇഫ് ഐ ഗ്രേറ്റർ, ഈ കേസ് ഓർത്താൽ മതി. ഇതങ്ങ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് എല്ലാ വേറെ ഏത് ചോദിച്ചാലും അത് ഇതിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യൂ. അത് വേറൊരു അൽഗോരിതമാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഇതിൽ ആ
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്ന അൽഗോരിതം ഇതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഐ ഗ്രേറ്റർ ദാൻ എൻ, അവിടെ ലൂപ്പിംഗ് കാണുമല്ലോ, ആ സെയിം ലൂപ്പ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഐ ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ്, സ്റ്റോപ്പിന് തൊട്ട് മുന്നുള്ള സ്റ്റെപ്പ് ആയിരിക്കും, അത് ലാസ്റ്റ് എഴുതിയാൽ മതി. ഗോ ടു സ്റ്റെപ്പ് ബ്ലാങ്ക് ഇടുക. ദെൻ ആണെങ്കിലാണ് പോവേണ്ടത്. അല്ലെങ്കിൽ എന്താണുള്ള സ്റ്റെപ്സ് മീൻസ് ആ ലൂപ്പിൻ്റെ അകത്ത് വരുന്ന സ്റ്റെപ്സ് വേണം നിങ്ങൾ താഴോട്ട് അടുത്ത സ്റ്റെപ്സിൽ എഴുതേണ്ടത്. ഓക്കെ, എന്നിട്ട് ആ ലൂപ്പിൻ്റെ സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗോ ടു കണ്ടീഷൻ ആണ്. കണ്ടീഷൻ നിങ്ങൾ എവിടെ ചെക്ക് ചെയ്യുന്നോ അങ്ങോട്ട് നേരെ പോകും. ഓക്കെ, അപ്പം ഈ ഒരു രണ്ടല്ല ഈ 3 പാറ്റേൺ ഓഫ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 ടൈപ്പ് പാറ്റേണേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.